6 പേർ ആദ്യ റൗണ്ടിൽ ദൗത്യത്തിൻ്റെ ഭാഗമാകും. ഇവരെയുമായി ഹെലികോപ്റ്റർ ഈ മേഖലയിലേക്ക് എത്തും. അവിടെ ഇവരെ ഡ്രോപ്പ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ മേഖലയിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം മറ്റുള്ള 6 പേരെ 2 ആർമി കമാൻഡോമാരെ 4 SOG കമാൻഡോമാരുമായി അവർ വീണ്ടും അങ്ങനെയാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ മുഴുവൻ കമാൻഡോ സംഘത്തിനെയും അവിടെ എത്തിക്കുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഹെലികോപ്റ്റർ കൽപ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനി ലക്ഷ്യമാക്കി ഇങ്ങോട്ട് താഴ്ന്നു പ്രവർത്തിക്കാൻ ഇവിടെ നിന്നും സിഗ്നൽ നൽകുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്നും സിഗ്നൽ നൽകുന്നുണ്ട്. ആ സിഗ്നൽ ലഭിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കാനുള്ള സിഗ്നൽ നൽകുന്നു. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് സൂചിപ്പാറയിലേക്ക് തെരച്ചിലിനായി പോകാനായിട്ടുള്ള സ്കാനിംഗ് ദൗത്യത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഹെലികോപ്റ്ററാണ്. അതിലേക്ക് ദൗത്യസംഘം കയറുകയാണ്. ആദ്യഘട്ടത്തിൽ 6 പേരാണ് പോവുക. അവരിപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് അല്പസമയത്തിനകം സൂചിപ്പാറയിലെ നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് അവർ പോവുകയാണ്. അവിടുത്തെ താഴ്വരയിലാണ് തെരച്ചിൽ നടത്തേണ്ടത്. ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വനംവകുപ്പിലെ ബീറ്റ് ഓഫീസർമാർ മാത്രം കാൽനടയായി പോയി നോക്കിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അവിടേക്കാണ് പോകേണ്ടത്. അവിടെ തെരച്ചിലിനായിട്ടുള്ള ടീം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ടീമിനെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 6 പേരാണ് ആദ്യഘട്ടത്തിൽ പോവുക. അവരെ അവിടെ ഇറക്കിയതിനു ശേഷമായിരിക്കും രണ്ടാമത്തെ ടീമിനെ കൊണ്ടുപോവുക. ആകെ 12 പേരാണ് ആ മേഖലയിലേക്ക് ദൗത്യത്തിനായി പോകുന്നത്. ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇറക്കിയതിനു ശേഷം ആളുകളെ അതിലേക്ക് കയറ്റാൻ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ 6 പേർ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. SKMJ സ്കൂൾ കൽപ്പറ്റ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സൂചിപ്പാറയിലേക്ക് ഇപ്പോൾ തന്നെ ഹെലികോപ്റ്റർ പുറപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12 പേരാണ് സംഘത്തിലുള്ളത്. അതിൽ ആദ്യ സംഘമായി 6 പേരെ സൺറൈസ് വാലിയിലേക്ക് കൊണ്ടുപോകും. സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടത്തേണ്ട ഇടത്തേക്ക് കൊണ്ടുപോകാൻ ഉള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആർമിയുടെയും വനംവകുപ്പിൻ്റെയും ഒക്കെ സംഘങ്ങൾ ചേർന്നുള്ള ഒരു ദൗത്യമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഹെലികോപ്റ്റർ കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നു. നമുക്കൊപ്പം ദീപക് മോഹനും റോഷിപാലും തുടരുന്നുണ്ട്. റോഷിപാലിലേക്ക് പോകാം. റോഷിപാൽ, ഇപ്പോൾ കോപ്റ്റർ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തയ്യാറെടുപ്പുകൾ, അതോടൊപ്പം തന്നെ അവിടേക്ക് എയർലിഫ്റ്റിങ്ങിനായി പോകുന്നതിനുള്ള മറ്റ് ക്രമീകരണങ്ങൾ അതൊക്കെയല്ലേ നടക്കുന്നത്? സുജയ, ഇവർ അങ്ങോട്ട് പോകാനുള്ള ഈ മേഖലയിൽ വനാന്തരങ്ങളിൽ വലിയൊരു തെരച്ചിൽ ദൗത്യവുമായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കമാൻഡോ സംഘം. അതിൻ്റെ ഭാഗമായി അവർ ഇവിടെ സജ്ജരാകുകയാണ്. ഹെലികോപ്റ്ററിലെത്തിയ പൈലറ്റുമാർ അവർക്ക് ചില നിർദ്ദേശം നൽകി. അതിന് പുറമെ ചില പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ അതിൽ നിന്നും ഇവിടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ സൗകര്യം ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായാണ് അവിടെ ഇതിൽ കൂടുതൽ ആളുകൾ. ഓക്കെ റോഷിപാൽ, ദൗത്യസംഘം തയ്യാറാവുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. ഒപ്പം റവന്യൂ മന്ത്രി കെ രാജന്റെ വാക്കുകളിലേക്കും പോകാം. സന്തോഷത്തിൽ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അവർ പറയുന്നു അവർക്ക് ആ തരത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പൊതുകേന്ദ്രങ്ങൾ വേണം. ഇപ്പോൾ ബെയിലി പാലത്തിന് പുറത്ത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ ധാരാളമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിലാളുകൾ കൊണ്ടുവരുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെ ചിലത് വേണം. ഇങ്ങനെയുള്ള പുതിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വരികയുണ്ടായി.
മുകളിൽ ആദിവാസി ഊരിൽ ഇപ്പോഴും താമസിക്കുന്ന ചേനനെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അദ്ദേഹവുമായി സംസാരിച്ചു. ആദ്യം വിവരം താഴത്തോട്ട് അറിയിച്ചത് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അവിടെ താമസിക്കുന്ന അത്ര സേഫ് അല്ല എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ 14 പേരും താഴത്തേക്ക് പോയിരിക്കുകയാണ്. ഈ 2 പേർ, ഇനി മുകളിലുള്ള ഭാര്യ മാത്രമേ ഉള്ളൂ, അവരോടുകൂടി താഴത്തേക്ക് വരണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ഒരു പരിശോധന ആ വിധത്തിൽ ഇന്ന് നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗം പൂർത്തിയായാൽ കുട്ടികളുടെ റീഹാബിറ്റേഷൻ, അതായത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്നാണ്. അദ്ദേഹം പ്രയോഗിച്ച ഭാഷ അവരെ ഒരുമിച്ച് ഒരു സ്ഥലത്തിരുത്തി പഠിപ്പിക്കാനായില്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ പോലും എവിടെയാണോ ആ കുട്ടിയുള്ളത് അവിടെ പോയി പഠിപ്പിക്കാൻ കഴിയും വിധം സംവിധാനത്ത് ഒരുക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതുപോലെ തന്നെ ഓക്കെ, മന്ത്രി കെ രാജൻ ഇപ്പോൾ ബെയിലി പാലത്തിനടുത്ത് പ്രദേശം സന്ദർശിച്ച ശേഷമാണ് സംസാരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ TV പ്രസാദിനോട് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ നമുക്ക് ആ രക്ഷാദൌത്യത്തിനൊപ്പം നിൽക്കാം. സൂചിപ്പാറയിലേക്ക് ഹെലികോപ്റ്റർ പുറപ്പെടുകയാണ്. 6 അംഗ സംഘമാണ് ഹെലികോപ്റ്ററിൽ കയറുന്നത്. 2 ടീമായിട്ടാണ് അവർ സൺറൈസ് വാലിയിലേക്ക് പോകുന്നത്. അതിൽ ഫസ്റ്റ് ടീം പുറപ്പെടുകയാണ്. ഋഷിപാൽ, ഫസ്റ്റ് ടീമിന്റെ ടേക്ക് ഓഫ് ആണ് നമ്മൾ